ഹലോ ഹലോ, അറിയാക്കാണോ? പറഞ്ഞോ. ഇയാളാണ് ഇപ്പൊ ഇവിടെ വേറൊരു നമ്പർ വിളിച്ചിരുന്നല്ലേ? നിങ്ങൾ വിളിച്ച് കട്ട് ചെയ്തായിരുന്നില്ല, പാട്ട് വന്ന് ഓഫ് ചെയ്തടാ. എന്തോ? പറഞ്ഞോ. എന്തിനാ വിളിക്കുന്നത്? വിളിച്ചൊക്കെ ഇത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല, വിളിച്ച കാര്യമൊക്കെ. ഇനി ഇപ്പൊ ഇയാളാരാ ഇതൊക്കെ ചോദിക്കാൻ? ഇയാളാരാ? ഇപ്പൊ വീട്ടിൽ വിളിച്ചത് എന്റെ ഫോണിലാണ് വിളിച്ചത്, എന്റെ വീട്ടിലെ ഫോണിലാണ് ഞാൻ വിളിച്ചത്. ആണ് വിളിച്ചത്. അപ്പൊ ഇയാളുടെ പേര് നിസാർന്നാണ്. അതെ. അപ്പൊ ഇയാളാണല്ലേ നേരത്തെ മറ്റേ കൊടുത്തല്ലേ? എന്തോ? എന്ത് വിഷയം എന്തിപ്പോ? ഇയാൾ എന്താ വിഷയം പറഞ്ഞത് ഇവിടെ? എന്താ വിഷയം? ഇയാളെ പ്രശ്നം എന്തുവാ? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെന്താ വിളിച്ചത് ഞാൻ ഇത്താനോട് പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ. എന്താ കാര്യം പറഞ്ഞത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നെ വിളിച്ച് വെറുതെ എന്റെ ഫോണിലെ കുറച്ച് പൈസ കളഞ്ഞായിരുന്നു നിങ്ങളെ മോള്. അപ്പൊ അതുകൊണ്ടൊരു വിഷമം കൊണ്ട് വിളിച്ചാണ്, വേറൊന്നുമില്ല. എങ്ങനെ? എന്നെ വിളിച്ച് എന്നെ ഇഷ്ടാന്ന്, പ്രേമം, പ്യാർ, മുഹബത്ത് അറിയാമല്ലേ? അത് തന്നെ സംഭവം. ഇതില്ല, അത് തന്നെ മച്ചാനെ, ഇത് പ്രണയം തന്നെ കേസിട്ട്. അതിനല്ല വിളിച്ചത്. അപ്പൊ അവളിങ്ങനെ വിളിച്ചതിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത മോഹം കുത്തിക്കയറ്റി ബെല്ലോടത്തോടെ നടന്ന് എന്നെ പിടിച്ച് എണീപ്പിച്ച് രാത്രി പിടിച്ച് എണീപ്പിച്ചിട്ട് ചോറില്ലാന്ന് പറഞ്ഞേക്കണ്. മോന്ന് ആലോചിച്ച് നോക്കിയേ. അവക്ക് ഇതെല്ലാം കല്യാണം കഴിച്ച് ബെല്ലോന്റെ കൂടെ പോയി ജീവിച്ചാ പോരെ. ഇവിടെ ഈ ആലുവയിലുള്ള ഈ പാവത്തിനെ വിളിച്ച് ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് ഞാനുള്ള ഉറക്കം കളഞ്ഞ് ഉള്ള പണിയൊക്കെ കൂലിപ്പണിക്ക് പോണ ഞാൻ ഈ ഉള്ള കാശിന് റീചാർജ് ചെയ്ത് തച്ചിനിരുന്ന് അവളെ വിളിച്ച് എന്ത് കാര്യം? എന്റെ കുറെ കാശ് പോയി. എന്നിട്ട് അവക്ക് വേറെ ആരാ? എന്റെ കാശ് എനിക്ക് റീചാർജ് ചെയ്ത് തന്നെ എന്റെ കുറെ കാശ് അവളെ വിളിച്ചു പോയിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ്ടായിട്ട് അവൾക്ക് കല്യാണം ഉറപ്പിച്ച് നാണ്ടൊക്കെ പറയണ്ടേ അവക്കടെ കൂട്ടുകാരി. എന്നിട്ട് വിളിക്കാറില്ല 5-6 മാസമായി. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് അവളോട്? എന്നെ വിളിച്ച് വെറുതെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പ്രേമിച്ച് അവള്. എന്നിട്ട് അവളുടെ പാട്ടിന് പോയി. അപ്പൊ ആ ഒരു വിഷമം കൊണ്ട് എന്തായി, അവള് ജീവിച്ചിരിപ്പുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടുണ്ട്. അവള് ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ വീട്ടുകാരൊക്കെ അറിയണം. പൊന്നാര മോളുടെ പുന്നാര പ്രവൃത്തി ഒറ്റണത്തിന് അങ്ങനെ അറിയാതിരിക്കല്ലോ. അവളങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ട. അവൾ എന്തിനാണ് എന്നെ വിളിച്ച് ഇഷ്ടാന്ന് പറഞ്ഞത്? അവൾക്ക് വേറെ ആരും കൂടെ ഒരു 3-4 മാസം ക്ഷമിച്ചിരുന്നെങ്കിൽ ഇക്ക അവൾക്ക് നല്ല കല്യാണം ഉണ്ടാക്കി അവൾക്ക് ജീവിക്കാൻ വേണ്ടായില്ലേ? വെറുതെ വെല്ലോട്ട് കിടന്നുറങ്ങിയാണ് വിളിച്ചെണിപ്പിച്ചിട്ട്. അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇക്കാനെയാണ് ഒരു പെണ്ണ് വിളിച്ചിട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കിടന്നുറങ്ങി എണീപ്പിച്ചിട്ട് ചോറില്ലാന്ന് പറഞ്ഞാൽ ഇക്ക പൊരുത്തപ്പെടുവോ? ഈ പെണ്ണ് കണ്ടാ മാത്രമാണ് ഫോണിൽ കൂടെ വിളിക്കാൻ പാടില്ലേ? പണ്ടത്തെ കാലമൊന്നുമല്ല, കാലമൊക്കെ മാറി. ഇതൊക്കെ അറിയാൻ പാടില്ല. ഫോണിൽ കൂടെ വിളിക്കുക ഇഷ്ടാന്ന് പറയാ. കണ്ടാനാ ഇപ്പൊ ആൾക്കാർ കണ്ടാ പ്രേമിക്കണേ. ഇപ്പൊ എന്തോരം പേര് എന്തൊക്കെ വഴി പ്രേമിക്കണ്. അതല്ല ചോദിച്ചത്. നിന്റെ വാപ്പ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോ നിന്നെ ഉണ്ടാക്കിയ കാര്യമല്ല ഞാൻ ചോദിച്ചത്. നിന്നെ കണ്ട കാണാതാ ബാക്കി അവള് വിളിച്ചത്. ഇയാള് പൂച്ചിലാർത്താനം പറയാടി മോനെ. നമ്മുടെ കോണാത്തിലാർത്താനം എന്റെ അടുത്ത് പറയാ. അറിയാനൊന്നുമില്ല. നിന്റെ ഉമ്മാടത്ത് പറയാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. വാടാ കുണ്ണെ, നിങ്ങൾ വാടാ. നിന്റെ കുണ്ണൊക്കെ എന്തോരം പൂച്ചിലൊക്കെ തായോളി കുണ്ണ പെരിയാടി മോനെ. ഉമ്മാനെ വൃത്തി നീ ആദ്യം പറഞ്ഞു കുണ്ണ അടിച്ച് പണ്ണുണ്ടാവും. നീ എന്റെ അടുത്ത് ആ കഥയും കൊണ്ട് വരലേട്ടോ. നിന്റെ ഉമ്മാടെ കഥ നീ എന്റെ പെണ്ണുമ്പിളൊക്കെ പോരെ കേട്ടടാ പെരിയോനെ. നീ പെണ്ണുമ്പിളെ പോയി കേട്ടടാ പൂരിയോനെ. നീ എല്ലാം നിന്റെ മോളെ പിടിച്ച് കയറ്റി. നീ റനീസാനെ കയറ്റി. നിനക്ക് പെരിയാടി എന്റെ കുണ്ണ പെരിയാടി പോലെ നിന്റെ മോളെ പൂച്ച കുണ്ണ നീ